ഹായ് ഡിയർ സ്റ്റുഡൻസ്, കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൻ്റെ അതായത് 2D ട്രാൻസ്ഫോർമേഷൻ്റെ അടുത്തൊരു വീഡിയോയിലോട്ടാണ് നാം പോകുന്നത്. പഠിക്കുന്നപ്പോൾ എന്താണെന്നുള്ള ധാരണ നിങ്ങൾക്കുണ്ടായിരിക്കും. ഹോമോജീനസ് ട്രാൻസ്ഫോർമേഷൻ അതിൽ കുറേ എണ്ണമുണ്ട്. പ്രധാനം നമുക്ക് പഠിക്കാൻ ട്രാൻസ്ലേഷൻ പഠിച്ചു, റൊട്ടേഷൻ, സ്കെയിലിംഗ്, ഇത് മൂന്ന് നിങ്ങൾ പഠിച്ചു. അടുത്ത് പഠിക്കുകയാണെങ്കിൽ റിഫ്ലക്ഷനാണ്. രണ്ടെണ്ണം കൂടി പഠിക്കാനുള്ള ഒന്ന് റിഫ്ലക്ഷനാണ്, ഒന്ന് ഷിയറിംഗ് ആണ്. എന്താണ് റിഫ്ലക്ഷൻ എന്ന് നോക്കാം. നിങ്ങൾക്ക് ആ പേരിൻ്റെ മീനിങ് അറിയാം. റിഫ്ലക്ഷൻ, പ്രതിഫലനം, പ്രതിഫലിക്കുക. പ്രതിഫലിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലോട്ട് വരുന്നത് എന്താണ്? മിററാണ് അല്ലേ, കണ്ണാടിയാണ്. അവിടെയാണ് നമ്മൾ പ്രതിബിംബം കാണുന്നത്, പ്രതിഫലനം കാണുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിയാൽ തന്നെ റിഫ്ലക്ഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ശരിക്കും പറഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ റിഫ്ലക്റ്റഡ് ഇമേജ് ആണ് റിഫ്ലക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഒരു ട്രയാങ്കിൾ ആയാലും അല്ലെങ്കിൽ ഒരു സ്ക്വയർ ആയാലും നമ്മളത് കണ്ണാടിക്ക് നേരെ പിടിച്ചു കഴിഞ്ഞാൽ അത് ചതുരമായിട്ട് തന്നെ കാണുമെങ്കിൽ പോലും അതിൻ്റെ കോർഡിനേറ്റ്സുകൾ, അതിൻ്റെ പോയിൻറ്റുകളിൽ ചേഞ്ച് ഉണ്ടാവും. നമ്മൾ എ കാണിച്ചു, എയും ബിയും ഒരു ഫിഗർ പറഞ്ഞിട്ട് എയും ചതുരമാണ്, അതിൽ എയും ബിയും സിയും ഡിയും ഉണ്ടെങ്കിൽ എയും ബിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടായിരിക്കും സൈഡ്. നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യം, സിമ്പിളായൊരു എക്സാമ്പിളാണ് അത് പറഞ്ഞത്. അപ്പോൾ അതിനെയാണ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു മിറർ ഇമേജ് വരുത്താൻ വേണ്ടിയിട്ടുള്ളതാണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റിഫ്ലക്ഷൻ പറയുമ്പോൾ നമുക്ക് പലതും പറയാൻ പറ്റും. എക്സ് കോർഡിനേറ്റിൽ മാത്രം വരാം, എക്സും വൈയിലും കൂടി വരാം. അങ്ങനെ കോർഡിനേറ്റ്സിൽ ഏതിലും വേണമെങ്കിൽ റിഫ്ലക്ഷൻ സംഭവിക്കാം. അപ്പോൾ എന്താണ് റിഫ്ലക്ഷൻ? റിഫ്ലക്ഷൻ ഈസ് എ മിറർ ഇമേജ് ഓഫ് ഒറിജിനൽ ഒബ്ജക്റ്റ്. ഒറിജിനൽ ഒബ്ജക്റ്റിൻ്റെ മിറർ ഇമേജിനെയാണ് റിഫ്ലക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഓൾറെഡി ഉള്ള ഇമേജ് 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുക എന്നുള്ളതാണ് റിഫ്ലക്ഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. എന്താണ് പറയുന്നത്? റിഫ്ലക്ഷൻ ഈസ് ദ മിറർ ഇമേജ് ഓഫ് ഒറിജിനൽ ഒബ്ജക്റ്റ്. ഇൻ അതർ വേർഡ്സ് വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് എ റൊട്ടേഷൻ ഓപ്പറേഷൻ വിത്ത് 180 ഡിഗ്രി. ഇൻ റിഫ്ലക്ഷൻ ട്രാൻസ്ഫോർമേഷൻ ദ സൈസ് ഓഫ് ദി ഒബ്ജക്റ്റ് ഡസ് നോട്ട് ചേഞ്ച്. പക്ഷേ ഒബ്ജക്റ്റിൻ്റെ സൈസിൽ യാതൊരു ചേഞ്ചും തന്നെ വരുന്നില്ല. ഒബ്ജക്റ്റായിട്ട് തന്നെ ഇരിക്കും, പക്ഷേ റിഫ്ലക്റ്റഡ് ഇമേജ് ആയിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ കാണുന്നൊരു ഫിഗർ, ഈ ഫിഗറിൽ രണ്ട് തരത്തിലുണ്ട്. ദ ഫോളോയിങ് ഫിഗർ ഷോസ് റിഫ്ലക്ഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് വൈ ആക്സസ് അബൌട്ട് ദ ഒറിജിൻ റെസ്പെക്റ്റീവ്ലി. ഒന്ന്, ഈ ഫസ്റ്റ് ചിത്രം പറഞ്ഞാൽ എക്സ് കോർഡിനേറ്റിലുള്ള അല്ലേ, ഈ ആക്സിസ് എന്ന് പറയുന്നത് എക്സ് ആക്സിസ്. ഈ എക്സ് ആക്സിലുള്ള റിഫ്ലക്ഷനാണിത്. അതേസമയത്ത് വൈ ആക്സിസാണ്, ഈ വൈ ആക്സിലുള്ള റിഫ്ലക്ഷനാണ് ഇത് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഇങ്ങനെ ഒരു ഇമേജ് കാണിച്ചാൽ അതിന് മിറർ ഇമേജ് ഇങ്ങനെ വരിക 2, 3 അതുപോലെ തന്നെ വന്നു. ആ സമയം ഇവിടെയാണ് ഇങ്ങനെ വരിക. അത് നിങ്ങൾക്ക് ചിന്തിക്കാവുന്ന ഒരു ചെറിയൊരു കാര്യമാണ്. ഇപ്പോൾ എക്സ് ആക്സിലാണെന്നുണ്ടെങ്കിൽ ഇമേജ് എങ്ങനെ വരാം, അതായത് ഇങ്ങോട്ട് ഇങ്ങനെ എടുത്ത് വയ്ക്കുന്ന പോലെ നോക്കിയാൽ മതി, അപ്പോൾ കറക്റ്റ് കിട്ടും. അതേപോലെ തന്നെ വരാം. ഈ ചിത്രത്തിൽ നിന്ന് ഇങ്ങോട്ട് വീണ, അതായത് ഫസ്റ്റ് ഈ ഒരു ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് വീണ് പോയ പോലെ ശ്രദ്ധിച്ചാൽ അപ്പോൾ അതേ ഒരു ഭാഗം അടർന്ന് വീണാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെയാണ് എക്സ് ആക്സിസ് റിഫ്ലക്റ്റഡ് ഇമേജ്. അതുപോലെ തന്നെയാണ് വൈ ആക്സിസ്. ഈ ഒരു ഭാഗം തിരിച്ചിങ്ങോട്ട് വീണാൽ, വൈയിലോട്ട് തിരിച്ച് വീണ് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്, അതായത് അവിടെ നിന്ന് അടർന്നിട്ട് വൈയിലേക്ക് വീണ് കഴിഞ്ഞാൽ എന്താണോ നമുക്ക് മനസ്സിലാക്കും. അടർന്ന് വീണ് കഴിഞ്ഞാൽ ഇത് ഇവിടെയാണ് നിൽക്കുക, 2 എന്നുള്ളത് വീണ് കഴിയുമ്പോൾ ഇപ്പുറത്തേക്ക് വരും. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ നിൽക്കും, ഈ 1 ഇങ്ങോട്ട് താഴത്തേക്ക് വീഴും. അങ്ങനത്തെ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇതാണ് എക്സ് ആക്സിലെ റിഫ്ലക്ഷൻ, ഇതാണ് വൈ ആക്സിലെ റിഫ്ലക്ഷൻ. ഈ എക്സിലും വൈയിലും കൂടി വരാം, അതാണിത്. അത് കുറച്ച് നോക്കൂ, എക്സിലും വൈയിലും കൂടി വരുന്ന റിഫ്ലക്ഷനാണിത്. അതുപോലെ തന്നെ പൊഴിഞ്ഞ് വീണായിട്ട് സങ്കല്പിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് വരുമ്പോട്ട് 3 ഇവിടെ തന്നെ നിൽക്കും, 1 ഇങ്ങോട്ട് ചാടും, 2 ഇങ്ങോട്ട് വരും. ആ ഒരു വീണൊരു ചിന്ത മനസ്സിലേക്ക് ഉണ്ടായാൽ തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതാണ് സി എന്ന് പറയുമ്പോൾ. ഡിയിൽ നോക്കൂ, ഡിയിൽ എന്ന് പറയുമ്പോൾ ഈ എക്സ് വൈ കോർഡിനേറ്റിൽ തന്നെ വൈയും എക്സും ഈക്വലായി വരുമ്പോൾ ഉള്ള ചേഞ്ചിനെയാണ് കാണിക്കുന്നത്.
മെയിനായിട്ട് 3 നാലാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ വൈയും എക്സും ഈക്വലുള്ള സിറ്റുവേഷനാണ്. അതിൽ ഫിഗർ ഇങ്ങനെ വരും. അങ്ങനെ 4 കേസാണ് മെയിനായിട്ടും റൊട്ടേഷനിലുള്ളത്. അപ്പോൾ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ റൊട്ടേഷനല്ല റിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ റിഫ്ലക്റ്റഡ് ഇമേജിനെ കാണിക്കുക. 4 തരത്തിലാണ്, 3 ഇമ്പോർട്ടൻറ്റ്. നാലാമത്തും കൂടി പറയാം. വൈ ഈക്വൽ എക്സ് എന്നുള്ളൊരു കണ്ടീഷൻ വരുമ്പോൾ ഉള്ളതും ചിത്രം വരച്ചിട്ട് തന്നെ കാണിക്കണം. ചിത്രം വരച്ച് സ്പെസിഫൈ ചെയ്യണം, എങ്കിൽ മാത്രമേ പറയാൻ കഴിയുള്ളൂ. അത്ര ഞാൻ ഇതിൽ പറയണുള്ളൂ. എന്താണ് റിഫ്ലക്ഷൻ? അടുത്ത ക്ലാസ്സിൽ ഷിയറിങ് പഠിക്കാം.